യാത്ര ചെയ്ത് തലമുടി വരെ പറഞ്ഞാൽ കേൾക്കാതായി കേട്ടോ. തലയൊക്കെ ഒരു മാതിരി ഇരിക്കുന്നത്. ചീപ്പൊക്കെ എടുത്തു വെച്ചാണ് കാണുന്ന പോലുമില്ല. ഇപ്പം നമ്മളെ ഈ കുട്ടിക്കൽ ഏന്തയാറ് റോട്ടിൽ ആണ് നിൽക്കുന്നത് കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. നമുക്കതൊക്കെ കണ്ടിട്ടേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വഴിക്കൊക്കെ ഇപ്പം നമ്മൾ വന്നിട്ട് കുറേ ആയായിരുന്നേ. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മുന്നോട്ട് പോവാം. ഈ പൈനാപ്പിൾ തോട്ടത്തിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കൂട്ടിക്കൽ നിന്നുമൊക്കെ ഒഴുകി വരുന്ന ആ ഒരു പുഴയും അങ്ങ് മണ്ടയ്ക്ക് കണ്ടോ, അത് നമ്മുടെ വാഗമൺ മലനിരകളൊക്കെയാണ് കേട്ടോ. ഈ ഒരു മേഖലയൊക്കെ 2018 ഇവിടെ വരെ പുഴ കയറിയായിരുന്നേ. ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഈ കാണുന്ന ഈ പതാലിക്കൂടെ ഒക്കെ കയറി ഒഴുകിയാണ് പോയത്. അതുകൊണ്ട് അക്കരെ കാണുന്ന ആ വീടുകളൊക്കെ ഇന്നും അതൊന്നും പുനഃക്രമീകരിച്ചിട്ടില്ല. അവിടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ കിടക്കുവാണേ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പം ഉള്ളവരൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പായി എനിക്ക് തോന്നുന്നു. തടി ലോറി ഇഷ്ടംപോലെ വീടുകളാണ് കേട്ടോ. ഒരു ചിലിന്തവാലൊക്കെ കാണാം. വേലനിലമാണ് ഇതേ ഉണ്ടോ. ഇവിടുന്നൊക്കെ നമുക്കൊരു വഴിയുണ്ട്. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഈരാറ്റുപേട്ട റോഡിലോട്ടൊക്കെ കയറാൻ പറ്റിയൊരു വഴിയൊക്കെ ഈ വലത് സൈഡിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു കടയാണ്. നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. വേലനിലം കുടിവെള്ള പദ്ധതി ഒരു വെയിറ്റിംഗ് ഷെഡ്, അംബേദ്കറുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഈ വഴിക്ക് പോയാൽ നമുക്ക് വെട്ടുകല്ലാങ്കുഴി ആ റോഡിലോട്ടൊക്കെ കയറി പോകാവേ. ഈ കടയിൽ കണ്ടോ നല്ല പലഹാരങ്ങൾ, കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് കടയിൽ. നല്ല രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് മുന്നോട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിക്കൽ ചപ്പാത്ത് പാലത്തിൻ്റെ അവിടത്തേക്കൊക്കെ എത്താവേ. ചില സമയങ്ങളിൽ മുണ്ടക്കയത്തുനിന്ന് കൂട്ടിക്കലേക്ക് കുറച്ച് ദൂരം വന്നാൽ മതി എന്ന് വിചാരിക്കേ. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊരിടത്ത് നിർത്തി ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി. അതുകൊണ്ടായിരിക്കും. ഏതായാലും കൂട്ടിക്കൽ ചപ്പാത്ത് പാലത്തിന് അവിടേക്ക് എത്തി നമ്മൾ കേട്ടോ. കൂട്ടിക്കൽ ചപ്പാത്ത് പാലം കണ്ടോ. 2018 ഈ വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം കയറിയിട്ട് ആ കൈവരി എല്ലാം പോയതാണ്. പിന്നെ പുതുക്കി പണിതായത്. ഇന്നിപ്പോൾ പുഴയിൽ അത്ര വലിയ വെള്ളമൊന്നുമില്ല. മഴ പെയ്യുന്നതനുസരിച്ച് വെള്ളം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമേ.
എൻ്റെ അവിടെ കാണാം നല്ല മനോഹരമായൊരു വീട് നോക്കി എന്ത് ഭംഗിയത് കാണാൻ. പിന്നെ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. പാലത്തേക്കൂടെ കുറച്ച് കയറി അപ്പുറത്തോട്ട് പോയാൽ പിന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് പോകും കേട്ടോ. പുഴയങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ. വെള്ളം ശരിക്കും കയറി അങ്ങോട്ടൊക്കെ വെള്ളം കയറും കേട്ടോ, മോയെ നല്ല മഴ പെയ്യുവാണെങ്കിൽ. ഞാൻ പറഞ്ഞില്ല ഈ വഴിക്ക് എപ്പോഴും ബസ്സുണ്ടേ. ഇളങ്കാട് മുണ്ടൊക്കെ. കൂട്ടിക്കല CSI ചർച്ചാണ് ആ കാണുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള സായിപ്പന്മാരുടെ കാലത്തൊക്കെ നിർമ്മിച്ച പള്ളിയാണ്. നമുക്ക് തിരിച്ചു വരുമ്പം പറ്റുവാണെങ്കിൽ ആ വഴിക്ക് നമുക്ക് അങ്ങനെ കയറിയാൽ നമുക്ക് ബോയ്സ് എസ്റ്റേറ്റ് 35 മൈലിലോട്ടൊക്കെ ചെല്ലാവേ. ഈ ഒരു വീടിൻ്റെ ഭംഗി അടുത്ത് വന്നപ്പോൾ ഇച്ചിരൂടെ നല്ല രസമാണ് കാണാനായിട്ട്. കേട്ടോ കുറേ ഇങ്ങനെ ഈ പന പോലത്തോ പിന്നെ തെങ്ങുമൊക്കെ ഉണ്ട് ഇവിടെ, ഈ ഗേറ്റും ഈ വീടും ഒക്കെ കൂടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സീനറി കിട്ടി കേട്ടോ. അപ്പോൾ അതാണ്ട് ഇളങ്കാട് നിന്നൊരു ബസ് മുണ്ടക്കയത്തേക്ക് വരുന്നതാണ്. തുലാപ്പള്ളി എന്നാ കിന്നുകുളോ അല്ല കിസുമോ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. തുലാപ്പള്ളി കിസുമോ. ഇപ്പം നമ്മൾ കൂട്ടിക്കൽ സിറ്റിയിലോട്ട് എത്തി കേട്ടോ. സിറ്റിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ. കൂട്ടിക്കൽ പുഴ താഴെ ഒഴുകുന്നതാണ് കേട്ടോ. 2018 വെള്ളം ഇവിടെയൊക്കെ കയറിയിട്ട് ഈ കാണുന്ന ഒരു കെട്ടിടം ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പൊക്കത്തി വരെ വെള്ളം കയറിയെന്നാണ് പറഞ്ഞു. അത്രയും വെള്ളം ഇങ്ങോട്ട് ഇടിച്ച് കയറിയേ താഴെ പുഴേനെ. കൂട്ടിക്കൽ സിറ്റിയാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടുന്ന് ഇടത്തോട്ട് വഴി തിരിയുന്നുണ്ട്. ചോലത്തടം, ഈരാറ്റുപേട്ട ഒക്കെ നേരെ പോയ ഇളങ്കാട്, അതായത് വാഗമൺ മലനിരയുടെ അടിമാറ്റ്. ശരിക്കും പറഞ്ഞാൽ പുഴ കൂട്ടിക്കല് വേണ്ടാറ് പുഴ ഈ നമ്മളീ പോകുന്ന റോഡിൻ്റെ ഒത്തിരി താഴെയാണ് കേട്ടോ. പക്ഷേ ആ മഴക്കാലത്തുണ്ടോ വെള്ളം ഇതിൻ്റെ താഴ്വാരത്തിൽ ഈ വലത് കൈവശത്ത് താഴെയായിട്ടുള്ള കുറേ സ്ഥലങ്ങളിലും വീടുകളിലും എല്ലാം വെള്ളം നല്ല രീതിയിൽ കയറി മോളിൽ നിന്ന്. കാരണം എത്ര ഉരുളാണ് മോളിൽ നിന്ന് പൊട്ടിയെന്ന് ഒരു പിടിപാടുമില്ല. പടപടാന്ന് ഉരുൾ പൊട്ടി മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്തു മണിക്കൂറുകൾ കൊണ്ട്. അപ്പോഴേക്കും ഈ പ്രദേശം മുഴുവൻ വെള്ളം കൊണ്ടൊരു അഭിഷേകമായി. ഇങ്ങോട്ടുള്ള റോഡ് ഗതാഗതം എല്ലാം ബ്ലോക്കായി. ചില ആൾക്കാരെല്ലാം പലയിടത്തും കുടുങ്ങിപ്പോയായിരുന്നേ. ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഏലത്തോട്ടല്ല റബ്ബർ തോട്ടം കേട്ടോ. ഒരു ഇരുണ്ട ഒരു ഇതാണ്. ഇടയ്ക്കൂടെ വെയിലൊക്കെ വീശി ഇങ്ങനെ വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഒരു 360 വ്യൂവിൽ ഒരുപാട് വ്യൂസ് കാണാം കേട്ടോ. വാഗമൺ മലനിരകളാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. അഥവാ ആ കാണുന്നുണ്ടോ ആ ഭാഗത്തൊക്കെയാണ് ഇളങ്കാട് അങ്ങനെ ഒരു ഭാഗമൊക്കെ വരുന്നത്. പിന്നെ ഇതാ അക്കരെയൊക്കെ നോക്കി ചെറിയ പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ഇടയ്ക്കൂടെ കാണാം. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ വാഗമൺ മലനിരയുടെ ഒരു ടോപ്പ് ലെവലൊക്കെയാണ്. അതുകൊണ്ടോ തങ്ങൾപ്പാറ ആ ഒരു മേഖലയൊക്കെ അങ്ങനെ കാണാം കുറേ. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വാഗമണിലിരിക്കുന്ന ആ ടവർ, വാച്ചിങ് ടവറൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഏന്തയാറ്റിലേക്ക് എത്തി കേട്ടോ. ഏന്തയാറ് ടൗണിൻ്റെ കാഴ്ചകൾ ഒക്കെ കുറച്ചൊക്കെ നമുക്ക് കണ്ടിട്ട് പോവാം. പക്ഷെ എന്തായാലും ഇളങ്കാട് ആ ടോപ്പ് വരെ പോയിട്ട് വരണമെന്നാണ് വിചാരിക്കുന്നത്. മഴ ഇടയ്ക്ക് ഒരു പെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏന്തയാർ സിറ്റി എത്തി കേട്ടോ. ഏന്തയാർ സിറ്റി ഇപ്പുറത്തൊരു കുരിശുപള്ളി, അതിൻ്റെ മുകളിൽ കള്ളിവേലുകാരുടെ സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂളിൽ പഠിക്കാനായിട്ട് ഒരു കുട്ടികളും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു നിബന്ധനയാണ് അവിടെ ഉള്ളത്. അവിടെ ഫ്രീ ആയിട്ടുള്ള പഠിപ്പീരൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏന്തയാറ്റിലെ ഹോളി ഫാമിലി ക്ലിനിക്ക്, സെൻറ്റ് മേരീസ് ചർച്ച് ആണിത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഈരാറ്റുപേട്ട ആ റൂട്ടിലോട്ട് പ്ലാപ്പള്ളി, കുന്തോനി അങ്ങനെയൊക്കെ കയറി പോകാം കേട്ടോ. ഇവിടെ ഇപ്പം മഴ പെയ്തായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടേ. നമ്മളെ ആ
കൂട്ടിക്കൽ ഇരുന്ന സമയത്ത് അങ്ങോട്ട് അങ്ങനെയൊന്നും പെയ്തില്ല, പക്ഷെ ഇങ്ങോട്ടേക്ക് നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. റോഡിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. ആ കയ്യാലക്കട്ടയെന്നൊക്കെ നല്ല പച്ചിലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഇവിടെ സൈൻ ബോർഡ് ഇരിപ്പുണ്ട്. കൈപ്പള്ളി ഈരാറ്റുപേട്ടയൊക്കെ ഇടത്തോട്ട്, എളങ്കാട് നേരെ പോവാം കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാവേ. ഒന്ന് നോക്കിയാലോ. ഇവിടുന്ന് നമുക്ക് വാഗമൺ മലനിരകളുടെ ഒരു വ്യൂസ് നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാം കേട്ടോ. നല്ല വ്യൂ ആണ് മുകളിലേക്ക്. അതുകൊണ്ടോ നമ്മൾ ആ താഴേന്ന് കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തുന്നത് എളങ്കാടിലേക്കാണ് കേട്ടോ. എളങ്കാട് എന്നിട്ട് ഈ റോഡ് പോയി ലാസ്റ്റ് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്, വാഗമണ്ണിൻ്റെ അടിവാരം. നമുക്ക് അവിടെ ഒന്ന് പോകണം. എളങ്കാട് എത്തിക്കഴിയുമ്പോൾ ഒത്തിരി വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട്. എളങ്കാട് ടൗൺ. എളങ്കാട്ടിൽ നിന്ന് മുക്കുളത്തിനുണ്ട്, ഉറുമ്പിക്കരയ്ക്കൊക്കെ വഴി തിരിയുന്നുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് എളങ്കാട് ബസ് സ്റ്റാൻഡുണ്ട്. ഇവിടെ ഇത്രയും ബസ് ഒന്നിച്ച് കിടക്കാൻ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നേരത്തെ വന്നപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ സെറായുടെ ഉണ്ട്, സെൻറ്റ് തോമസ് ഉണ്ട്, വീണ്ടും ഒരു സെറ ഉണ്ട്, താഴെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്നാണ് ഉറുമ്പിക്കരയ്ക്കൊക്കെ തിരിയുന്നത് കേട്ടോ. അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴിക്ക് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ. വാഗമൺ മലനിരകളുടെ അടിവാറ്റിൽ നമ്മൾ വന്ന് നിൽക്കുകയപ്പോഴേ ആ റോഡ് ചെന്ന് നിൽക്കുന്നവരെ വരെ പോയിട്ട് വരാം. അങ്ങനെ എളങ്കാട് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് അങ്ങനെ സെൻറ്റ് തോമസ് ബസ് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് കേട്ടോ. പോകാനാണോ ഇറക്കിയിട്ടാണോ എന്നറിയത്തില്ല. എന്നാലും മെല്ലെ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ തന്നെ മുണ്ടക്കയം വഴി ചങ്ങനാശ്ശേരി. എളങ്കാടൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അടുത്ത ബസ് എളങ്കാട്ടിലെത്തി. എളങ്കാട് ടോപ്പ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വണ്ടിയാണേ. എളങ്കാട്ടിലേക്ക് ഇഷ്ടം പോലെ ബസ്സുണ്ട് കേട്ടോ. മുണ്ടക്കയത്ത് ഇങ്ങോട്ട് ഇപ്പം ഇനിയിപ്പോൾ ഈ വാഗമണിൻ്റെ വർക്കോടെ പണിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ, റോഡ് പണിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ വഴിക്ക് ഇഷ്ടംപോലെ വാഹനങ്ങളായിരിക്കും. ഒന്നും രണ്ടും ഒന്നും ആയിരിക്കും. മോൾത്തെ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കാണാം. എളങ്കാട്ടിലെ പുതിയ പാലം കണ്ടോ. ഈ പാലമൊക്കെ ഇതിന് ആദ്യം ഒരു പാലമുണ്ട്, അത് 2018 പോയതാണ്. ഉരുൾപൊട്ടി പോയതിന് ശേഷം പുതിയ പാലം പണിതിരിക്കുന്നതാണ്. ഈ പാലം കടന്നു വേണം നമുക്ക് എളങ്കാട് ടോപ്പിലേക്കും വല്യന്തയ്ക്കും ഒക്കെ പോകാനായിട്ട്, അതുപോലെ വാഗമണ്ണിനൊക്കെ പോകാൻ. ഈ പുഴയെല്ലാം കലിപ്പന്മാരാണ് കേട്ടോ. നല്ല 4 മഴ പെയ്താൽ ഇപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടി പോയപ്പം ഇവിടുത്തുകാർക്ക് അക്കരെ ഇക്കരെ കടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാലമാണ് അത് കേട്ടോ. ഒരു തൂക്കുപാലം പോലെ, തൂക്കുപാലമല്ല, ഒരു 3 അടി പാലമാണത്. 3 അടി ഇതുള്ളൂ, 2 അടി വീതിയുള്ളൂ കേട്ടോ. എന്തായാലും അതേ കൂടെ ഇപ്പോഴും ആൾക്കാരൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ആ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ. എളങ്കാട്ടിലെ പാലം കടന്നിട്ട് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നേരെ കിടക്കുന്ന റോഡ് എളങ്കാട് ടോപ്പിലേക്കും, നമ്മൾ ഇടത്തോട്ട് കയറി ഈ റോഡ് വരുമ്പോൾ ഇതാണ് വാഗമണിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് വല്യന്ത വരെ ഈ റോഡ് നല്ലതായിട്ടുള്ളൂ. നമുക്ക് അവിടെ ചെന്ന് മുകളിലോട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്ന് താഴ്ഭാഗത്ത് കുറച്ച് കാഴ്ചകളും കൂടെ കാണാനുണ്ട്, അതുകൂടെ കാണാം. ഞാൻ നേരെ മുകളിലേക്ക് തന്നെ ആദ്യം പോകുന്നതിൻ്റെ കാര്യം, മഴ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. കണ്ടോ വാഗമൺ മലനിരകളൊക്കെ കണ്ടോ. നല്ല കയറ്റമാണേ മുകളിലോട്ടെ. ഈ വഴിയുടെ പണിയൊന്ന് തീരുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കന്യാകുമാരി, തമിഴ്നാടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കുറേ ആൾക്കാർക്കെല്ലാം ഈ വാഗമണിലേക്ക് വരാനുള്ളൊരു എളുപ്പ വഴിയായിരിക്കും ഇതേ.
പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ. വേണമെങ്കിൽ സ്കൂട്ടറൊക്കെ ആയിട്ട് കയറി പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത്ര വലിയ പരീക്ഷണത്തിനൊന്നും മുതിരാതിരിക്കുകയാണ് നല്ലത്. വഴി എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ വല്യന്ത വരെ ഇതുപോലുള്ള റോഡേ നമുക്ക് പോകാവേ. ിലെ പ്രളയം വന്നില്ലായിരുന്നെങ്കിൽ ഈ റോഡിൻ്റെ പണിയൊക്കെ പണ്ടേ തീർന്നു പോയേനെ കേട്ടോ. അപ്പോഴത്തേക്കും സർക്കാരിന് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ റോഡിൻ്റെ പണിയൊക്കെ മാറ്റി വെച്ചതാണ്. ഇപ്പം ഇപ്രാവശ്യം അവർ പണി തീർക്കുമായിരിക്കും. ഇവിടെ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴി കാണാം. ശ്രീ ദുർഗാ ക്ഷേത്രം വല്യന്ത, ഇളങ്കാട്. നമുക്കിനിയും കുറച്ച് ദൂരം കൂടെ മുകളിലോട്ട് പോകാനുള്ളൂ. വാഗമണ്ണിൻ്റെ ഒരു അടിവാരമാണ് കേട്ടോ ഈ വല്യന്ത എന്ന് പറയുന്ന സ്ഥലമേ. ഏകദേശം നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ കുറച്ചേ ഉള്ളൂ ദൂരം എന്ന് പറഞ്ഞിട്ട്. ഇനി കുറച്ചുകൂടെ ദൂരമുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയില്ല ഇതിലെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. നല്ല പച്ചപ്പിനിടയ്ക്കൂടെ ഈ കറുത്ത് കിടക്കുന്ന റോഡേ. അപ്പം നമ്മൾ ഏകദേശം എത്തി കേട്ടോ അവിടെ. ഇവിടെയൊക്കെ കുറേ പിള്ളേർ സെറ്റിൻ്റെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. റോഡ് ക്ലോസർ എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ വണ്ടി കയറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. വല്യന്ത. അങ്ങനെ നമ്മൾ വല്യന്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടോ ഞാൻ മേളിലിരിക്കുന്നത്. അതുകൊണ്ടോ വല്യന്തക്കാവ് ശ്രീഭദ്രകാളി ക്ഷേത്രം, അതാണ് ആ മുകളിലുള്ളത്. അപ്പോൾ നമുക്ക് വാഗമണ്ണൊക്കെ കയറി പോകുന്ന റോഡ് ഇതാണ്. റോഡ് ക്ലോസർ PWD വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ PWD എന്ന് വെച്ചാൽ ഈ PWD എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ റോഡാണ് കേട്ടോ വാഗമണ്ണിലേക്ക്. അതുകൊണ്ടോ ആ കാണുന്നതൊക്കെ വാഗമണ്ണിലെ പിന്നെ റിസോർട്ടുകളൊക്കെ പണിയുന്നതാണ് അങ്ങ് മണ്ടയിൽ. ഇനിയിപ്പം ഈ റോഡിനൊക്കെ പണി തീർന്നു കഴിയുമ്പം ഒരുപാട് റിസോർട്ടുകളൊക്കെ ഈ പോകുന്ന വഴിക്ക് ഉണ്ടാവുമേ. ഇവിടേക്ക് ഇപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്താ മുകളിലൊക്കെ ആ മേട്ടക്കൊട്ടൊക്കെ ഓരോ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് അതുകൊണ്ട് എളങ്കാട്ടിലേക്ക് ഒഴുകി വരുന്ന ആ ഒരു പുഴ, അത് വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച് വരുന്നതാണ്. അതും വന്ന് നമ്മുടെ മുണ്ടക്കയം മണിമലയാറും ഒക്കെ ആയിട്ടങ്ങനെ ബന്ധിച്ച് ഒഴുകിപ്പോകുന്നൊരു പുഴയാണ്. ആ മേഖലയൊക്കെ ഒരു വലിയ പാറമടയും മറ്റു സംഭവമൊക്കെയാണ് അങ്ങോട്ടൊക്കെ കാണുന്നത്. എന്തായാലും ഇതിൻ്റെയൊക്കെ പണി തീർന്നു വരുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു പ്രാവശ്യം വണ്ടിയായിട്ട് ഇങ്ങോട്ടിറങ്ങിയാണ്. ആ മുകളിൽ കാണുന്നുണ്ടോ, അതാണ് വാഗമണ്ണിലെ. അങ്ങോട്ട് കയറി ചെന്നാൽ പിന്നെ തങ്ങൾ പാറ ആ ഒരു മേഖലയൊക്കെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ സോളിങ് റോഡ് നമുക്ക് ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ മുകളിലോട്ടെ. വേണമെങ്കിൽ പോകാം. പക്ഷേ ഇപ്പോൾ അവിടെ റോഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ അവർ കലുങ്കിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുക. കലുങ്ക് പണിതില്ലെങ്കിൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയത്തൊക്കെ വെള്ളം ഒരുപാട് മലയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങി വന്ന് റോഡിലോട്ട് വീഴും. അത് റോട്ടിൽ വരാതിരിക്കണമെങ്കിൽ കലുങ്ക്, ചപ്പാത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണിതാലേ പറ്റുള്ളേ. അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പോയി അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. റോഡിൻ്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ആ വഴി ഇങ്ങനെ ഇറങ്ങി വരാം. ആ വഴിയുടെ ആ മുകളിൽ അവിടെ ഒരു 2 നില കെട്ടറൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ വിളുമ്പത്തെ ഇത് കണ്ടോ, ഈ പുഴ ഒഴുകി വരുന്നൊരു കാഴ്ച കണ്ടോ. ഇത് കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അതുപോലെ ഇവിടെ ഒരു കല്ലുവാഴ നിൽപ്പുണ്ട്, കൊലച്ചിട്ടുണ്ട്. അത് ഒരു 8 മാസം കഴിഞ്ഞാൽ ആ കൊല ഓക്കെ ആവും കേട്ടോ. ആ വെള്ളച്ചാട്ടം ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ അതുകൊണ്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ മേളിൽ നിന്ന് വരുന്നതാണ്. വാഗമണ്ണിലെ റിസോർട്ടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ ഈ താഴെ നിന്ന് ചില സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം നമുക്ക്. അവിടെ ഇനിയും അതൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള റിസോർട്ടുകളാണ്. അതിൻ്റെ താഴെ അത് കണ്ടോ, അവിടെയൊക്കെ കുറേ റിസോർട്ടുകൾ. അതിൻ്റെ മേൽപ്പുറത്ത് കൂടെയാണ് ഈ റോഡ് പോകുന്നത്. ആ വൈറ്റ് സൈഡിലാണ് ഇവർ ഈ കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്.
നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ വാഗമണിലേക്കൊക്കെ കയറി പോകാൻ പറ്റും കേട്ടോ. എൻ്റെ പിന്നിലായിട്ട് കേട്ടോ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ, അതുപോലെ തന്നെ ഈ മനോഹരമായ റോഡൊക്കെ കയറി അങ്ങ് മണ്ടേ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു വ്യൂ. അവിടെ നിന്ന് നമ്മൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ കുട്ടികൾ ഏന്തയാറും മുണ്ടക്കയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വാഗമണിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയൂടെ ആയിട്ടാണ് മാറുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ റോഡിൻ്റെ പണികളും കൂടെ നമുക്കിവിടെ തീരാനായിട്ടുള്ളതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അത് ഈ പ്രാവശ്യമൊക്കെ തീരുമാനിക്കും. ഇതിനു മുമ്പേ തീരേണ്ടതായിരുന്നു, പക്ഷേ ആ ഫ്ലഡ് അടിച്ചെല്ലാം കൂടെ പ്രശ്നമായി. സർക്കാരിന് ഫണ്ടില്ല എന്നുള്ള ഒരു പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് നിർത്തിവെച്ചതെന്നാണ് നമ്മൾ ചായ കുടിക്കാൻ കയറി ഇളക്കാട്ടിലെ ആ ചായക്കടക്കാരനൊക്കെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ വല്യന്ത വരെ പോയിട്ട് തിരിച്ചറിഞ്ഞു വന്നു കേട്ടോ. നമുക്കിനി താഴത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന ആ റോഡിൻ്റെ ഒരു ജംഗ്ഷൻ തിരിയുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഇളങ്കാട് ടോപ്പിലേക്കൊക്കെ ഇളങ്കാട് നിന്നും കയറി വരുന്നൊരു വഴി അത് താഴത്തല്ലേ നമുക്ക് കാണാം കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ ഇളങ്കാട് ടോപ്പിലോട്ടൊക്കെ ആ ഇടത്തോട്ടുള്ള വഴിയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന വാഗമണ് പോകുന്ന വഴിക്കത്. പിന്നെ വലത്തോട്ടുള്ളത് ഇത് ഇളങ്കാട് സിറ്റിയിലേക്കുള്ള ആ ഇളങ്കാട് ടോപ്പ് ഉണ്ടോ. അതിലെ അങ്ങോട്ട് കയറിയാൽ ഭയങ്കര മലയാട്ടോ. അപ്പോൾ നമുക്ക് ഇളങ്കാട് സിറ്റി താഴെ ജംഗ്ഷനിൽ ചെന്നിട്ട് കുറുമ്പിക്കരയ്ക്കൊക്കെ തിരിയുന്ന വഴിയുണ്ട്, അതും കൂടെ കാണാവേ. ആ വഴിക്ക് ഒരു ദിവസം ഒന്ന് പോകണം. തിരിച്ച് വീണ്ടും ഇളങ്കാട് വന്നു കേട്ടോ. ഇളങ്കാട് ബസ് സ്റ്റാൻഡിൽ ഇപ്പം ഒരൊറ്റ ബസ്സില്ല, ഓട്ടോറിക്ഷകൾ മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ. താഴെ ജംഗ്ഷൻ അവിടെ നിർത്താം. നമ്മൾ ഉറുമ്പിക്കരയ്ക്കൊക്കെ തിരിയുന്ന വഴിയായത് കേട്ടോ. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടേ. ആ പാലത്തേന്ന് നമുക്ക് ഇളങ്കാട്ടിലെ പുഴയൊക്കെ ഒഴുകി വരുന്ന കാഴ്ചകളൊക്കെ കാണാവേ. ഇതിലേ ഇങ്ങോട്ട് കയറി പോയാൽ നമുക്ക് കുറുമ്പിക്കരയ്ക്കും പിന്നെ 35-ാം മൈലിലെ ആ ഭാഗത്തോടൊക്കെ പോകാവേ. ഇവിടെ ഉറുമ്പിക്കരയിൽ വരുന്നൊരു ചെറിയ പുഴയും വാഗമണ്ണിയിൽ നിന്ന് വരുന്നൊരു ചെറിയ പുഴയും കൂടെ കൂടി ഒന്നായി വരുന്നുണ്ടോ. എല്ലാ പുഴയും കൂടെ ഒന്നിച്ചുകൂടി ഏന്തയാറ് കൂട്ടിക്കൽ മുണ്ടക്കയം ഭാഗത്തേക്ക് ഒഴുകി പോകും. ഈ പുഴയുടെയൊക്കെ തീരത്തൂരൊക്കെ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഇതുവഴി നമുക്കൊരു ദിവസം ഉറുമ്പിക്കരയ്ക്ക് ഒന്ന് പോകണം, പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉള്ള നേരമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം തിരിച്ച് താഴോട്ട് തന്നെ പോകാം. ഇവിടെ നല്ല കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വാഗമണിലെ ആ കെട്ടിടങ്ങളൊക്കെ കാണാം. അങ്ങ് മണ്ടൊക്കെ ഉണ്ടോ ആ മലയുടെ മുകളിലൊക്കെ. അങ്ങോട്ടേക്കാണ് നമ്മൾ ആ വല്യന്തേന്ന് ആ റോഡ് കയറി പോകുന്നത്. കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. പോയി നോക്കാം. അങ്ങോട്ടാണോ വഴി ഇങ്ങോട്ടാണോ അറിയില്ല. മുണ്ടപ്പള്ളി റോഡാണ് മുകളിലോട്ട്. കുട്ടികൾ ചാത്തപ്പള്ളി ഇതാണ് മുതുകോരമല. ഈ വഴിക്കാണ്. ഇതിലെ പോയ മുതുകോരമല എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടേ. വേറെ വന്ന കാഴ്ചകൾ കണ്ടാൽ നമ്മൾ മർഫി ആ ഒരു ഇതും കൂടെ കണ്ടു വേണം പോകാൻ.
ഇവിടെ എല്ലാം മർഫി സാഹിബിൻ്റെ മെയിനായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു. പള്ളിയുടെ അവിടെ നിന്നാണ് കേട്ടോ നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് കയറി വരുന്നത്. ജീപ്പൊക്കെ വരുന്ന വരവുണ്ട്. ഈ മലയുടെയൊക്കെ മുകളിലാണ് പുള്ളിയുടെ കബറിടമൊക്കെ ഉള്ളത്. പണ്ട് അരുള വണ്ടി ഓടിച്ച് വരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതിലെ കൂടെ കരുൺ പോയിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന പള്ളിക്കലോട്ടാണോ ഈ റോഡെന്ന് അറിയത്തില്ല. ഏതായാലും മർഫി സാഹിബിൻ്റെ കുടീരം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, പക്ഷെ ആളെ ഒന്നും കാണാനില്ല. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട്. നേരെ പോയാൽ പ്ലാപ്പള്ളി. നമുക്ക് വഴി തെറ്റിപ്പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ റൂട്ടല്ല. ഇതാണ് നമുക്ക് വഴി അപ്പുറത്തേക്ക് തെറ്റിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്നേ. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ ഒരു മുതുകോരമല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തോട്ടൊക്കെ പോവാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തപ്പിത്തേടി മർഫി സാഹിബിൻ്റെ കബറടത്തിലോട്ട് പോകാനുള്ള വഴി വന്നെത്തി മാത്തമല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ മുതുകോരമലയൊക്കെ അങ്ങേ സൈഡിലാണ്. നമ്മൾ ആദ്യം പോയ ആ ഒരു റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്കിതാ ഈ വഴി നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂട്ടിക്കൽ ആ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത്. അങ്ങോട്ട് ആ വഴി നമുക്ക് എൻ്റെ ആറും കൂടെ ഒന്ന് പോയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നമുക്കിതാ ഈ വഴിക്കാണ് പോകേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മുതുകോര ഹിൽ ടോപ്പ് ടൂറിസം, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത്, പ്ലാപ്പള്ളി. മുതുകോര ഹിൽ ടോപ്പ് 360 വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. ജെ മർഫി സാഹിബിൻ്റെ ശവകുടീരം അതൊക്കെ ഈ വഴിക്കുണ്ട്. അപ്പോൾ നമുക്കത് പോയി ഒന്ന് കണ്ടുവരാം. വേണമെങ്കിൽ വണ്ടി നമുക്ക് ഇതാ കോൺക്രീറ്റ് വഴിയൊക്കെ കയറ്റിക്കൊണ്ടു. പക്ഷേ ആ കോൺക്രീറ്റ് വഴി തെന്നി കിടക്കുവാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇടയ്ക്ക് വഴി വല്ലാണ്ട് തെറ്റിപ്പോയായിരുന്നു കേട്ടോ. നമ്മൾ പ്ലാപ്പള്ളി റൂട്ടിലൊക്കെ പോയി കയറി പ്ലാപ്പള്ളി പള്ളിയുടെ അടുത്തോട്ട് പോകാൻ ആ വഴിക്കൊക്കെ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ഞാൻ നേരത്തെ ഇതിലൊന്ന് വന്നിട്ടുള്ളായിരുന്നേ, വഴി മാറിപ്പോയല്ലോ ഒന്ന്. പിന്നെ അവിടുന്ന് റിട്ടേൺ വന്ന് ഇപ്പോൾ ഈ മാത്തമ്മല വന്ന്. അന്ന് എനിക്കിവിടെ വന്നപ്പോൾ ഇത് മാത്തമ്മലയാണെന്നുള്ള ഒന്നും എനിക്കറിയത്തില്ലായിരുന്നേ.
ഇപ്പോഴൊക്കെ ഓരോരുത്തരോട് ചോദിച്ചും കേട്ടുമൊക്കെ വരുമ്പോഴാണ് സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിയുന്നത്. ഇത് കണ്ടോ, താമസമൊന്നുമില്ലാത്തൊരു വീട്, നല്ലൊരു വീടൊക്കെ ആയിരുന്നേ, കറണ്ട് കണക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ആൾ താമസമില്ല. അതെന്താണോ, എന്തെങ്കിലും കാരണം കൊണ്ട് ഇട്ടിട്ട് പോയതായിരിക്കും. ഇവരുടെയൊക്കെ സൗകര്യാർത്ഥം മിക്കവാറും ഇവരെയൊക്കെ വഴി സൈഡിലോട്ട് മാറി കാണും. ഈ ഭിത്തിയൊക്കെ പൊട്ടിയിരിക്കുക കേട്ടോ, ചിമ്മിനിയുടെ. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു ഇത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. അങ്ങേപ്പുറത്തൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടേ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് മർഫി സാഹിബിൻ്റെ ആ ഒരു ശവകുടീരമൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറം കണ്ടൊരു പള്ളിയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു, അറിയത്തില്ല കേട്ടോ. ഒരു ടവറൊക്കെ നിൽക്കുന്ന കാണാം. പിന്നെ ഇവിടെ നമുക്ക് താഴോട്ട് ഏന്തയാറിൻ്റെയും കൂട്ടിക്കലിൻ്റെയൊക്കെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കിട്ടും. മർഫി സാഹിബ് ഈ ഏന്തയാർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടോ. ഞാൻ ഇന്നാൾ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒക്കെ പറഞ്ഞത് ഇവിടുത്തെ ഈ വനമായിട്ട് കടന്ന സ്ഥലങ്ങളെല്ലാം രാജാക്കന്മാരോട് മേടിച്ചെടുത്ത് റബ്ബർ കൃഷിയൊക്കെ ചെയ്ത്, നമ്മുടെ ആ പാമ്പാടുംപാറ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ മേഖലയാണ് പുള്ളി ആദ്യം കൃഷി പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയത്. പിന്നീടാണ് ഇവിടേക്ക് വന്നതൊക്കെ. അവിടെ റബ്ബറിൻ്റെ പരിപാടി നടന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി നമ്മുടെ കുട്ടിക്കാനം പീരുമേട് ഭാഗത്ത് തേയിലക്കൃഷിയുടെ പരിപാടികളും നോക്കിയായിരുന്നു. പിന്നെ അതിനു മുമ്പ് പുള്ളി ആദ്യം വന്നത് നമ്മുടെ ആലുവയിൽ ഒരു സ്ഥലമുണ്ടേ, 1900 ആണ്ടുകളിലൊക്കെയാണെന്ന് തോന്നുന്നു, 800 ലാസ്റ്റോ ആ ഒരു സമയത്തൊക്കെ അവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി പരീക്ഷണം നടത്തിയതൊക്കെ. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് മർഫി സാഹിബിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ ഒരു പള്ളിയുടെ ഒരു ഇതും കൂടെ ഉണ്ടേ. മർഫി സാഹിബ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളോടൊക്കെ ഒരുപാട് സ്നേഹമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് പുള്ളിയെ മരിച്ചിട്ടടക്കുമ്പോൾ തൊഴിലാളികളുടെ പൊതു ശ്മശാനത്തിലൊക്കെ അടയ്ക്കാൻ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് ഒരു പൊതു ശ്മശാനമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മർഫി സാഹിബിനെ അടക്കിയിരിക്കുന്നത് കേട്ടോ. ഇതായിരുന്നു ഇവിടുത്തെ ഒരു ഗേറ്റായിരുന്നു തോന്നുന്നു, ഇത് അടച്ചിരിക്കുകയാണ്. പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ശല്യങ്ങൾ കൊണ്ട് ഇവിടേക്കുള്ള ഗേറ്റൊക്കെ അടച്ചിരിക്കുകയാണ്. നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഉള്ളിലേക്ക് ആളെ അങ്ങനെ കയറ്റി വിടാറില്ല. ഇവിടുന്ന് താഴോട്ടുള്ളത് വഴി എങ്ങോട്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് താഴെ എസ്റ്റേറ്റിലോട്ടൊക്കെ ആയിരിക്കും, അല്ല അതിൻ്റെ അപ്പുറത്ത് പള്ളി വല്ലതും ഉണ്ടോ. എന്തായാലും ഒരു ഓഫ് റോഡ് പോലത്തെ റോഡാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു കുടീരമൊക്കെ. ഇതിവിടെ നമുക്ക് കാണാം കേട്ടോ. മർഫി സാഹിബിൻ്റെ ശവകുടീരമാണ് ആ കാണുന്നത്. ഇതുപോലെ നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ആദ്യം ഒരു പൊതു ശ്മശാനമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അപ്പുറത്ത് ആ പള്ളിയുടെ ഒരു സിമിത്തേരിയും കൂടി ഇതിനകത്ത് വന്നത്. അപ്പോൾ പള്ളിയുടെ ആണോ മൊത്തത്തിൽ നിന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ അത് കാണാൻ പറ്റുന്നുള്ളേ. ഏന്തയാർ എന്നുള്ള പേര് വരാനുള്ള കാരണം മർഫി സാഹിബ് തന്നെയാണ് കേട്ടോ. പുള്ളിയുടെ അമ്മയുടെ പേരിലാണ് എൻ തായ് തമിഴിൽ, അന്ന് ഇവിടെ തമിഴ്ക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് ഇവിടെ ജോലിക്കൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ തമിഴിൽ നോക്കുമ്പോൾ അമ്മയ്ക്ക് എൻ തായ് എന്ന് പറയുമല്ലോ. അപ്പോൾ എൻ തായ് എന്നുള്ള പുള്ളി ഏന്തയാർ എന്നാക്കിയത്. അങ്ങനെയാണ് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥലത്തിന് ഏന്തയാർ എന്ന് പുള്ളി പേരിട്ടതെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഏന്തയാർ എന്നുള്ള പേര് വന്നതേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ചരിത്രങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ നേരത്തേക്ക് ഒരു ചരിത്രമൊക്കെ എടുത്ത് നോക്കിയായിരുന്നേ. അതിനകത്ത് നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ടതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്ക് താഴേക്ക് പോകാവേ. നമുക്ക് മർഫി സാഹിബിൻ്റെ ശവകുടീരം ഒന്ന് അടുത്ത് സൂം ചെയ്ത് കാണാവേ. ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാനൊരു മാർഗ്ഗമില്ല.
പുള്ളിയെ ജോൺ ജോസഫ് മർഫി. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടേ. ആയിരത്തി 1957 മരിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയല്ല ഡേറ്റ്. 1872 പുള്ളി ജനിച്ചത്. 1957 67 ആ കിടക്കുന്ന ഡേറ്റ്. എന്തായാലും നമുക്കിവിടെ ഒന്ന് ഇനി അകത്ത് കയറി കാണാനുള്ളൊരു അകത്ത് കയറാന്ന് വെച്ചാൽ ഇതിനുള്ളിൽ മുഴുവൻ കാടാണ് കേട്ടോ. ഇവിടെ ഒരു സ്മൃതി മണ്ഡപം വെച്ചിട്ടുണ്ടേ. അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാവേ. ഈ സ്മൃതി മണ്ഡപം ഇവിടെ സംസ്കരിക്കപ്പെട്ടവരുടെയും മൃതി അടഞ്ഞവരുടെയും എല്ലാവരുടെയും ആത്മശാന്തിക്കായി, ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പം ഏന്തയാർ ടൗണിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ആ താഴെ കാണുന്നതാണ് ഏന്തയാറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത്. കണ്ടോ? പക്ഷെ ഇവിടെ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ക്ലിയറായിട്ട് കാണത്തില്ല. മർഫി സാഹിബിൻ്റെ കീഴിലായിരുന്നപ്പോൾ ഈ റബ്ബർ തോട്ടം എല്ലാം പുള്ളിയുടെ ഉടമസ്ഥയിൽ തന്നെയായിരുന്നേ. അതിനുശേഷം ഈ മേഖലയെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ വീതം വെച്ച് പല പല ആൾക്കാരുടെ കയ്യിലോട്ട് പോയി. എന്നിട്ട് ഇപ്പോഴും ഇതിങ്ങനെ ചില്ലറയായിട്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നത്. കൂടുതലായിട്ട് അതൊക്കെ ചില മലയാളിമാരുടെ കയ്യിലൊക്കെ ഈ തോട്ടമുണ്ട്. ഈ കാണുന്ന തോട്ടമൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഈ കള്ളുവേലിയുടെയോ പൊട്ടംകുളത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ചമ്പംകുളത്തിൻ്റെയോ ഒക്കെ കയ്യിലായിരിക്കും ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റോറി നോക്കിയാലൊക്കെ അറിയത്തുള്ളൂ. പക്ഷേ ആ സ്റ്റോറിയിലും അതൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ കാണുന്നതാണ് കേട്ടോ മുതുകോരമല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണേ. ആ പൊങ്ങി നിൽക്കുന്നതല്ല, അതിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡ് കണ്ടോ, അതാണ്. അവിടെ നിന്ന് ഒരു 360 വ്യൂവിലൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാവുന്നതാണ് മണ്ടേ കയറി ചെന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ സമയമില്ല, നമുക്ക് അതുകൊണ്ട് പോകുന്നില്ല. ഞാനിങ്ങനെ ഇവിടെ ഓരോരുത്തരോട് ചോദിക്കുമായിരുന്നേ നമ്മുടെ മർഫി സാഹിബിനെ പറ്റി എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാമോ എന്ന്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു വീട്ടിലെ ഒരു അച്ചായനും ഒരു അമ്മച്ചിയും ഉണ്ട്. അപ്പം പുള്ളിക്കാരനെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. ചോദിക്കാം നമുക്ക്. ചേച്ചിയുടെ പേരെങ്ങനെയാ? ലിസി. അച്ചായുടെ പേരോ? ഡേവിഡ്. ഇവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണോ? ആ ഹാ ഹാ. പിള്ളേരൊക്കെ? പെൺപിള്ളേർ. കെട്ടിച്ചു വിട്ടു. സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അച്ചായി ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഈ വീട്ടിലെ അച്ചായിയെ പരിചയപ്പെട്ടെ. പേരെങ്ങനെയാ അച്ചായി? ഡേവിഡ്. ഡേവിഡ് അല്ലേ? എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ എൻ്റെ ചെറുപ്പം തൊട്ട് ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? ഞങ്ങളിവിടെ ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വന്ന അന്നേരം മർഫി സാഹിബിന്റെ സൗദീരും ഒക്കെ കണ്ടതേ. അപ്പം മർഫി സാഹിബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന പരിചയമുള്ളതൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ചോദിച്ചേ. എങ്ങനെ എന്തൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? മർഫി സാഹിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ചെറുപ്പത്തിലാണ് സാഹിബ്. 57 പുള്ളി മരിച്ചു. 57 മരിച്ചു. അപ്പം അന്നൊക്കെ ഞാൻ കൊച്ചാ. ഈ 57 ഞാൻ തീരെ കൊച്ചാ. വലിയ അറിവൊന്നുമില്ല. എന്നാലും സമീപത്തുള്ളവർ പറഞ്ഞുള്ള അറിവും കാര്യങ്ങളൊക്കെ നമുക്കുള്ളു. സാഹിബ് ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം വനമാണ്. ഇത് പൂഞ്ഞാറ് ദേവസ്വത്തിൻ്റെ വസ്തുവായിരുന്നു. പൂഞ്ഞാറ് ദേവസ്വത്തിൻ്റെ വസ്തു സാഹിബ് ദേവസ്വമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി പാട്ടത്തിനെടുത്തിട്ട് ഈ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചതൊരു വിചിത്രമായ രീതിയിലാണ്. സാറ് അന്ന് ഈ ബ്രിട്ടീഷുകാരുടെ പണം ഉണ്ടല്ലോ, പണം കൊണ്ടുവരും, സഞ്ചിക്കകത്ത് ഈ ചില്ലറയായിട്ട് കൊണ്ടുവന്നിട്ട് കാട്ടിലോട്ട് വലിച്ചെറിയും. തൊഴിലാളികളെ എല്ലാം നിരത്തിയിട്ട് കാട്ടിലോട്ട് വലിച്ചെറിയും. ഇത് അവർ വെട്ടിത്തെളിച്ച് ഇത് പെറുക്കിയെടുത്തോളും. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് പുള്ളി കാട് വെട്ടിത്തെളിച്ചത്. അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് റബ്ബർ കൊണ്ടുവന്ന ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ റബ്ബർ കൊണ്ടുവരുന്നത് ഈ മർഫി സാഹിബ കൊണ്ടുവരുന്നത്. എൻ്റെ ആദ്യം എസ്റ്റേറ്റ് തുടങ്ങുന്നത് റബ്ബറിൻ്റെ. അത് പിന്നെ എസ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ തോട്ടത്തിൽ തൊഴിലാളികളെയൊക്കെ പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങളും എല്ലാം വെച്ച് ഇവിടെ എല്ലാം വികസിപ്പിച്ച് പുള്ളിക്കാരൻ. തൊഴിലാളിയെയൊക്കെ നല്ല കെയർ ചെയ്ത് അവർക്ക് വേണ്ടുന്ന
വെള്ളം, വഴി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത്. സായിപ്പിൻ്റെ കാലം തൊഴിലാളികൾക്ക് ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. സായിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അന്ന് ആ പ്രൗഢിയെല്ലാം പോയി, തൊഴിലാളിയെല്ലാം ചിന്ന ഭിന്നമായി അതിലൊക്കെ പോയി. പിന്നെ ആ തോട്ടം, സായിപ്പിൻ്റെ തോട്ടം, ഈ പിന്നെ കള്ളുവേലി മൈക്കിൾ എന്ന് പറയുന്ന ഏറ്റെടുത്ത്, ആ സായിപ്പ് മരിച്ചതോടുകൂടി ഏറ്റെടുത്ത് അയാൾ പിന്നെ ഇത് മുഴുവൻ ചില്ലറ വിറ്റ് കാശും കൊണ്ട് പുള്ളിയും പോയി. ഇപ്പം ഇവിടെ ആ എസ്റ്റേറ്റ് വസ്തു എന്ന് പറയുന്ന ഒന്നുമില്ല. എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം, ഈ ഇരിക്കുന്ന സ്ഥലമല്ല എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. ഏത് കൊല്ലാ പുള്ളി മരിച്ചേ? ഏത് കൊല്ലാ മരിച്ചേ? 57 മരിച്ചേ. ഇവിടെ വന്നത് ഏത് കൊല്ലവാ ഉദ്ദേശം അറിയില്ലേ? പറയുന്നത് കേട്ടു 1900 ആ ഒരു വർഷങ്ങളിലൊക്കെയാണ് പറയുന്നത് കേട്ടു. 57 പുള്ളി മരിക്കുന്നത്. അപ്പം പുള്ളി മരിക്കുമ്പം ഏതാണ്ട് ഒരു 10-50 വയസ്സ് മിച്ചം പ്രായമുണ്ടല്ലേ? പ്രായമുണ്ട്. അപ്പോൾ 900 ആ ഒരു ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വലിയ ഉപകാരം. എന്നാ ചെയ്യുന്നേ? വെറുതെ ഇരിക്കുവാണോ? ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അല്ലേ? ഇപ്പൊ കാര്യമായ പണിയൊന്നും ചെയ്യുന്നില്ല. അറ്റാക്ക് വന്നോ? അങ്ങനെ ഇരിക്കുക. ഇവിടെ പ്രളയമൊക്കെ ഉണ്ടായപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഭാഗത്തൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതിന് അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു 3-4 പേര് ആ പ്രളയത്തിൽ ഒഴുകിപ്പോയി. അതെവിടെ? പ്ലാപ്പള്ളി റൂട്ട് അല്ലേ? അവിടെ ഒഴുകിപ്പോയി. ആൾക്കാർ. ഏറ്റവും ഭീകരമായിട്ട് അവിടാണോ ഉണ്ടായത്? കൂടുതലായിട്ട് സംഭവിച്ചത് അവിടാണോ? കൂടുതലായിട്ട് സംഭവിച്ചത് അവിടെ അല്ല, ഈ അക്കരയാ. ഏന്തയാറ കൂട്ടിക്കലോ? ആ സൈഡ് അല്ലേ? കൂട്ടിക്കലും പോയിട്ടുണ്ട്. മാക്കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടല്ലേ? ഒരു പിള്ളേർ വന്ന് കടയിൽ സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പം ഉരുളടിച്ചുകൊണ്ട് പോയ അതിവിടെ പറഞ്ഞില്ലായിരുന്നോ? പിള്ളേരിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ സാധനം മേടിച്ചുകൊണ്ട് വന്ന സമയത്ത് കണ്ടൊക്കെ അത് ഇവിടെയായിരുന്നോ അത് വേറെ എവിടെയല്ലായിരുന്നു? ഇവിടെയല്ല അല്ലേ? അങ്ങനെ പറയുന്ന കേട്ടോല്ലോ തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളല്ലേ? ഇപ്പോൾ പഴയതൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുകൊണ്ട് നമ്മളെ വാഗമൺ മലനിരയിലെ ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത് കേട്ടോ. കേട്ടോ എന്തോ ഭംഗി നോക്കിയേ. വെള്ളം കുത്തി ചാടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും മഴ ഇപ്പോൾ പെയ്യുന്നില്ല, എന്നാട്ടും നല്ല വെള്ളമാണ്. അപ്പോഴേ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ സായിപ്പിന്റെ ശവകുടി വരെ ഈ മലയുടെ മുകളിൽ കൊണ്ടുവച്ച എന്തിനാ? പുള്ളിയുടെ ഒരു അവസാന ആഗ്രഹമായിരുന്നു. പുള്ളി വിൽപ്പത്രത്തിൽ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് എന്റെ തോട്ടത്തിന്റെ ഏറ്റവും ടോപ്പായ സ്ഥലമാണ് എസ്റ്റേറ്റിന്റെ. അവിടെ എന്നെ അടക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് എന്റെ വസ്തുവും അതുപോലെ എന്റെ തൊഴിലാളികളെ എല്ലാം കാണണം വൈകിട്ട് ഇറങ്ങി. അതിനുവേണ്ടി എന്നെ ഇവിടെ തന്നെ അടക്കണമെന്ന് പുള്ളി വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടാണ് മരിച്ചത് അല്ലേ? അതാണ് അവിടെ അടക്കിയേക്കുന്നത്. ആ പൊക്കത്തിൽ തന്നെ കൊണ്ട് വെച്ചേക്കുന്നത്. പുള്ളിക്ക് എണീറ്റ് അവിടെ വരെ കാണണം. ശരി. ഇത് കണ്ടോ, വാഗമൺ മലനിരകൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം കേട്ടോ. BSNLൻ്റെ ഒരു ടവറും കാണാം. എന്ത് രസമാണ് ഇപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് കാണാൻ നോക്കി. നമുക്ക് കുറച്ച് മുന്നോട്ട് പോട്ടെ. ഏന്തയാറ്റിലെ പാലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. ഇവിടെ പ്രളയത്തിൽ പോയ പാലത്തിന് പകരം പാലമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ അവിടെ നാട്ടുകാരുണ്ടാക്കിയ പാലമുണ്ട്, അതും കണ്ടിട്ട് വരാം. അവിടെ പാലത്തിൻ്റെ പണിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല ബഡ്ജറ്റ് പരിപാടികളാണ് കേട്ടോ. അങ്ങോട്ടാണ് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത്. ഇതിലെയാണ് ഇപ്പം നിലവിൽ അക്കരയ്ക്കൊക്കെ പോകുന്ന വഴി. ഇതിലെയാണോ അതിലെയാണോ? ഇവിടെ വഴി ബ്ലോക്കാന്ന് തോന്നുന്നു. അതിലേ ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഇതിലേ ഒരു വഴി ഉണ്ടായിരുന്നേ, നമുക്ക് നോക്കാം. ഈ വഴിക്ക് നാട്ടുകാരുണ്ടാക്കിയൊരു പാലമൊക്കെ ഉണ്ട്. ആ പാലത്തെ കൂടെ കയറിയിട്ട് ആണ് അക്കരയ്ക്കൊക്കെ പോകുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിലെ ആൾക്കാർ നടക്കുന്നില്ലേ? വഴി ബ്ലോക്കായ പോലെ ഒക്കെ തോന്നുന്നു. ഇതിലേ നടക്കുന്നില്ല കേട്ടോ. ഇത് അടച്ചിരിക്കുവാണ് ഈ പാലം. അതെന്താണെന്ന് അറിയില്ലല്ലോ.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പാലത്തെ കൂടെ ഒക്കെ ആൾക്കാർ അക്കരയ്ക്ക് പോകുന്നുണ്ടായിരുന്നേ. ഇതാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത പാലമാണ് താൽക്കാലികമായിട്ട്. കണ്ടോ, പുഴയ്ക്ക് കുറുകെ ആ വലിയ പ്രളയം വന്ന സമയത്ത് ഇവർക്ക് നിലവിലുണ്ടായിരുന്ന ആ താഴെ ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലത്തിൻ്റെയൊക്കെ കാട്ടകളൊക്കെ കിടക്കണ്ടോ, പഴയ പാലത്തിൻ്റെ. ഇപ്പോൾ അതാണ്ട് ആ ഒരു പാലത്തേക്കൂടെയാണ് അവർ അക്കരയ്ക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ പണികൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കരയ്ക്കൊക്കെ ഇനി അതിൽ തന്നെ പോകാം കേട്ടോ. ഈ ഒരു പാലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഈ റോഡിൻ്റെ പണികളും പാലത്തിൻ്റെ പണികളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അക്കരെ മുക്കളം എന്ന് പറയുന്ന സ്ഥലമാണേ. മുക്കളം എന്ന് പറഞ്ഞാൽ ഏന്താറ് തന്നെയാണ്. ഈ പാലം കടന്ന് അക്കരെ ചെല്ലുമ്പോൾ മുക്കളം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ഇവിടെ നിന്ന് പുഴ ഒഴുകുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ അപ്പുറം എന്നപ്പോൾ കണ്ട ആ പാലം ഉണ്ട്, മഴവില്ല് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പാലം. പക്ഷേ ആൾക്കാരതിലേ പോകുന്നില്ല. ഇപ്പോൾ ഇതിലെ തന്നെയാണ് നടപ്പൊക്കെ. വാഹനങ്ങളൊന്നും പോകുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടുന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ ആ ഒരു സിറ്റിയിലോട്ട് തന്നെ പോകത്തുള്ളൂ കേട്ടോ. കൂടുതൽ ദൂരമൊന്നും അങ്ങോട്ട് പോകാനില്ല. എന്തായാലും അക്കരെ വരെ പോയിട്ട് വരല്ലേ. താഴ്ഭാഗത്ത് പുഴയുടെ കുറച്ച് കാഴ്ചകൾ കാണിക്കണമുണ്ടായിരുന്നു. എന്നാൽ അവിടെ അല്ല ആൾക്കാർ വെള്ളത്തിൽ കുളിയും മലക്കും പരിപാടികളൊക്കെ. ഇപ്പോൾ ഇവിടെയൊക്കെ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് മഴയും കൂടെ വന്നു പോകുന്നല്ലോ, ഭയങ്കര പാടായി. ഇപ്പം എനിക്കിവിടെ മൊത്തം ചെളിയാണ്. ഇവരെങ്ങനെ ഇവിടെ നടന്നു വരും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പാലത്തിൻ്റെ പണിയൊക്കെ തീരുമ്പോഴേ റെഡിയാവുമായിരിക്കും അല്ലേ. അപ്പം നമുക്കിപ്പം ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ വരെയൊക്കെ എന്നിട്ട് അവിടെ വരെ ഉള്ളൂ. ഇനി മുന്നോട്ട് പോയിട്ട് വലിയ അപ്പടി ചെളിയാണ്. അതെ, ഇവിടുന്നൊക്കെ ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനും അക്കരെ ഏന്താർ സിറ്റിയുടെ വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. ഇപ്പം ഇച്ചിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ വരാനൊക്കെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഈ പള്ളി സ്കൂളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ. നമുക്കൊന്ന് കണ്ടിട്ട് വരാതെ. മർത്തി സാഹിബിൻ്റെ ഒരുപാട് പൈസ ബാക്കിയുണ്ടായിരുന്നു പറഞ്ഞു. അതുപയോഗിച്ച് നിർമ്മിച്ച പള്ളിയും സ്കൂളും ഒക്കെയാണ് നമ്മളീ കാണുന്നത്. അന്ന് പുള്ളിയിലടുത്ത് ഒരുപാട് ഫണ്ട് ബാക്കിയുണ്ടായിരുന്നാണ് ഞങ്ങൾ മോളിൽ നിന്ന് രച്ചായി പറഞ്ഞത്. അപ്പം അതുപയോഗിച്ചാണ് ഇവിടുത്തെ ഈ പള്ളിയും സ്കൂളും ഒക്കെ പിന്നീടുള്ള ആൾക്കാരൊക്കെ. പുള്ളി ഇവിടെ ഒന്നും നിർമ്മിച്ചിട്ടില്ല, തോട്ടമൊക്കെ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പള്ളി. പള്ളിയും കൂടെ കണ്ടിട്ട് വരാം. ഇത് ഇവിടെ കാണുന്നതാണ് പള്ളി, പഴയ കാലത്തെ പള്ളി. അതിനോട് ചേർന്ന് തന്നെ സ്കൂളും ഉണ്ട് കേട്ടോ. സെൻറ്റ് ജോസഫ് ചർച്ച് ഏന്തയാർ. പള്ളിയുടെ കാഴ്ചകൾ കണ്ടോ ഏന്തയാറിലെ. ആ മലയാടിവാരത്തിലെ പള്ളി ഇരിക്കുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ. ഇവിടെ ഒരു ഗ്രൗണ്ട് കണ്ടോ. ഇതിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ ഒരു ആർച്ചുണ്ട് അമ്പലത്തിൻ്റെ. ആ അമ്പലം ഇതാ അവിടെ ആണ് കേട്ടോ. നമുക്ക് ഇതിലേ അങ്ങോട്ട് പോയിട്ട് ആ അമ്പലത്തിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടുവരാമേ. ഏന്തയാറ്റിലെ അമ്പലം അതാണ് അമ്പലത്തിൻ്റെ സ്റ്റേഡിയമൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ഇതിൽ ഇറങ്ങാൻ ഒരു ഷോർട്ട് കട്ടായിട്ടൊക്കെ ഞാൻ ഇറങ്ങാമല്ലേ, അല്ലാത്ത മാർഗം. ഇവിടെ കുറേ പിള്ളേരൊക്കെ സ്കൂളിൻ്റെ ഗ്രൗണ്ടും അമ്പലത്തിനും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അത് സ്കൂളിലെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഏന്തയാർ കാണാൻ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ. ഏന്തയാർ അമ്പലം കണ്ടോ. ആ ഒരു പൊക്കത്തിലിങ്ങനെ ഇരിക്കുന്നതാണ് ഒരുപാട് ഭംഗിയില്ലേ. ശ്രീ ചെല്ലിയമ്മ കോവിൽ ദേവസ്വം ഏന്തയാർ. ചെല്ലിയമ്മാൾ കോവിൽ ദേവസ്വമാണ് കേട്ടോ. അതായിരുന്നത്. നമ്മൾ അപ്പുറത്തോട്ട് വന്നപ്പോൾ ഇതിൻ്റെ പേരൊന്നും കണ്ടില്ലായിരുന്നേ. അതാണിപ്പോൾ ഇത് ഞാൻ കാണിച്ചത്.
ഇവിടുന്ന് അങ്ങോട്ടേ കുറേ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ തണൽ മരങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയുടെ ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ടിലുള്ള ഈ ഒരു റോഡിൽ. നല്ല ഒരുപാട് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വഴി വഴി ബേക്കർ റോഡിൽ കയറാം കേട്ടോ. ഈ പാലം വഴി എന്തൊരു പോവേ. പഞ്ചായത്ത് ഓഫീസ് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ നമുക്ക് അവിടുന്ന് ഒരു ബസ്സിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ബസ് വരുന്നുണ്ട്. ഇപ്പോൾ കൊക്കയാർ വരെ വന്ന ബസ്സാണ്. അവിടുന്ന് റിട്ടേൺ വരുന്നുണ്ട്. ഇല്ല, ആ ബസ് അക്കരയ്ക്ക് പോയി കേട്ടോ. അത് ഉറുമ്പിക്കര വെമ്പിളി ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടുന്ന് വെമ്പിളി ഉറുമ്പിക്കരയൊക്കെ ഇടത്തോട്ട് പോവേ. നമ്മൾ ഈ വലത്ത് ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ പണികൾ പാലത്തിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പാലത്തിൻ്റെ പണി നടക്കണ്ട, അതൊന്ന് കണ്ടിട്ട് വരാവേ. ഈ വെമ്പിളി ഉറുമ്പിക്കര ഭാഗത്തോട്ട് പോകുന്ന വഴിക്ക് പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആ പ്രളയം വന്നപ്പോൾ പോയ പാലങ്ങളാണ്. പിന്നെ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക ഇപ്പോൾ. പുതിയ പാലം വലത് സൈഡിൽ പണിയുന്നേ ഉള്ളൂ. അന്ന് ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലമാണ്. ഇതങ്ങനെ പോയാൽ നമുക്ക് മേലോരം ഭാഗത്തോട്ട് ഒക്കെ പോകാൻ പറ്റും. കണ്ടോ, ഇത്രയും മോശമായ റോട്ടിൽ കൂടെയൊക്കെയാണ് ബസ്സൊക്കെ പോകുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആ വെമ്പിളി ഭാഗത്തേക്കൊക്കെ പോകാവേ.
അങ്ങനെ തിരക്കിലൊക്കെ പെടാതെ നമുക്ക് ഈ വഴി പോവുകയാണെങ്കിൽ നേരെ നമുക്ക് ഈരാറ്റുപേട്ടൊക്കെ നിറഞ്ഞിട്ട് അവിടുന്ന് പാലാ വഴി ചാമോരം കയറി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എയർപോർട്ടിലോട്ടൊക്കെ എളുപ്പം പോകാവുന്നൊരു വഴിയാണേ. എന്നാലും നല്ല സീനറി ആണ്. ഇപ്പം ഈയിടെ ഇവിടെ ഈ ഇടത് സൈഡിൽ കുറേ പുതിയ ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ പുതിയ പ്ലാന്റാണേ. ഇവിടെയൊക്കെ റബ്ബർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്, അത് വെട്ടി മാറ്റിയിട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. മറ്റേ മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കന്നുകാലികളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ, അവന്മാർ വന്ന് കയറും. മരങ്ങൾ ഒക്കെ കാണാവോ? നമ്മൾ വന്നപ്പോൾ ലൈറ്റൊക്കെ ഒത്തിരി പോയി കേട്ടോ. ഈ ഒരു കാണുന്ന കാഴ്ചകളൊക്കെ കിട്ടുന്നുള്ളേ. വീണ്ടും നമുക്ക് മുന്നിലായിട്ട് വരുന്നത് പൈനാപ്പിൾ ഫാമാണ്. പള്ളിയൊക്കെ വരുന്നുണ്ടേ. നല്ല കൊച്ചൊരു പള്ളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കത് ഇറങ്ങിയത് കാണാനുള്ള ടൈമില്ല. നമുക്കിവിടെ സ്റ്റേഡിയം കാണാം കേട്ടോ. ആ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ട്, അച്ചായിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് സ്റ്റേഡിയത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കാം. ചേട്ടാ, ഈ സ്റ്റേഡിയം എങ്ങനെയാണ്? സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്പലം അപ്പം ഇവിടെ ഫാക്ടറി അവിടെ കമ്പനിയുടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്രം ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ആ ഗ്രൗണ്ട് അത് ആക്രമിച്ചാൽ കിടന്നത് ഒരു ഗുണവുമില്ല. അതിനിവിടോട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അത് പഞ്ചായത്ത് ബന്ധപ്പെട്ട് അത് വലിയ സ്റ്റേഡിയം ആക്കി നമ്മൾ ഇപ്പം വലിയ സ്റ്റേഡിയം ആക്കി എടുക്കുക. അതിൻ്റെ പണിയാണ്. അപ്പൊ അത്ര ഇവിടെ തുടങ്ങി വെച്ചിട്ടേ ബാക്കി പണികൾ കിടക്കുക. പണികൾ ഇനിയിപ്പോൾ തറയെല്ലാം പിന്നെ ചെയ്യണം. ബാക്കി പരിപാടി ഇതെന്നാ ഉദ്ഘാടനം ചെയ്തേ? ഉദ്ഘാടനം ഇന്നലെ ആരാ വന്ന? മന്ത്രിയോ? മന്ത്രി രാജേഷ്. രാജേഷ് മന്ത്രി അല്ലേ? എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഇവരുടെ ജില്ലാ പഞ്ചായത്ത് ഇവരുടെ സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി കഴിയും. അപ്പം ഈ ബിനുവാണിത് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇതിന്റെ ഫണ്ടുമൊക്കെ അനുവദിച്ച് ഇതൊക്കെ ചെയ്യും. ബിനു കൊടുത്ത് ഈ സ്റ്റേറ്റുകാരൻ തന്നെയായിരുന്നു, നാട്ടുകാരൻ തന്നെ. അങ്ങനെ പുള്ളിയാണിത് ചെയ്ത് ഇപ്പോൾ ഇത് അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ ഇന്നലെ.
ഇനിയിപ്പോൾ പണികൾ ഒരുപാട് കിടക്കുന്നേ ഉള്ളൂ. എന്നാവട്ടെ ഞാൻ അവിടെ ഒന്ന് പോയി ശരി, കയറിക്കള്ളു. ശരിയാണ്. നമുക്കിനി ഇത് മുകളിലോട്ട് കയറി നിന്ന് അതൊന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത സംഭവമാണ്. ഇന്നലെ ആയിരുന്നു പറഞ്ഞത് ഉദ്ഘാടനം. അതായത് 20 ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, 27-8 അങ്ങനെ ഒരു ഡേറ്റിലായിരുന്നേ. ഇത് ശരിക്കും ബോയ്സ് എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ്. അവിടെയാണ് ഈ സ്റ്റേഡിയം വന്നിട്ടുള്ളത്. സ്റ്റേഡിയത്തിന് ഈ ഫ്രണ്ട് ഇങ്ങനെ ഇത് വന്നിട്ടേ ഉള്ളൂ. അപ്പുറത്തോട്ട് വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പണ്ട് പോലെ അവർ ബോൾ കളിയും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ആ ചായ ഇപ്പോൾ പറഞ്ഞില്ലേ. ഓക്കെ, നല്ലൊരു ആർച്ചല്ലേ, കുതിരയൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുന്നൊരു. അപ്പോൾ ഇവിടെ ആണ് ഇത് കണ്ടോ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ട് ഈ കാണുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പണികൾ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. വലിയൊരു സ്റ്റേഡിയം ആയിരിക്കും വന്നു കഴിഞ്ഞാൽ, ഒരു മിനി എയർപോർട്ട് പോലെയൊക്കെ, അതായത് ഹെലികോപ്റ്ററൊക്കെ ഇറക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അതൊക്കെ ആവശ്യമുള്ളതാട്ടെ എന്തായാലും ഇതൊക്കെ. അപ്പോൾ ഇത് ഇച്ചിരി പകൽ വരുന്നത് ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് കാണാമായിരുന്നു. മുകളിലോട്ട് ഹൈസൻസ് ബോയ്സ് എസ്റ്റേറ്റൊക്കെയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഏന്തയാറ് കൂട്ടിക്കൽ വെളങ്കാട് ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടോ കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പും ലൈക്കൊക്കെ ചെയ്യണേ. ഏന്തയാറ് പാലത്തിൻ്റെയൊക്കെ നമ്മൾ ഇത് പ്രളയം കഴിഞ്ഞപ്പം പോലെ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടല്ല പാലം, എങ്കിലും ഞാൻ അതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാലമില്ല, അവർക്ക് അക്കരെ പോകത്തില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ. എന്തായാലും ഇപ്പോൾ പാലമൊക്കെ പണി തീരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട് നമുക്ക് അന്നേരം നമുക്കും ഒന്ന് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ.